ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് വലിയ നോമ്പിൻ്റെ 2025 5-ാം പ്രഭാതത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാവർക്കും സന്തോഷമാണോ? പ്രിയമുള്ളവരെ, വലിയ നോമ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? വലിയ നോമ്പിലാണ് നമ്മളെല്ലാവരും കുമ്പസാരിക്കണമെന്നുള്ള ചിന്ത. എല്ലാവരും കുമ്പസാരിക്കുന്നത് കഷ്ടാനുവാഴ്ചയ്ക്ക് തൊട്ടടുത്ത ദിവസങ്ങളും കഷ്ടാനുഭവാഴ്ചയിലുമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കുമ്പസാരിക്കാൻ പോകുന്നവരോട്, കുമ്പസാരിക്കുന്ന എല്ലാവരോടും ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്. കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ച് ദൈവകൃപ കൊണ്ട് നമ്മെ നിറയ്ക്കുന്നതാണ് കുമ്പസാരക്കൂട്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു വിശുദ്ധനാണ്, ഒരു വിശുദ്ധയാണ്. ഈ ബോധ്യത്തിൽ കുമ്പസാരക്കൂട്ടിൽ എഴുന്നള്ളി വരുന്ന യേശുവിനെ പ്രണയിക്കാത്ത, സ്നേഹിക്കാത്ത ഒരാൾക്ക് ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പത്തിലും വീഞ്ഞിലും എഴുന്നള്ളി വരുന്ന ഈശോയെ സ്നേഹിക്കാനോ പ്രണയിക്കാനോ സാധ്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ, നമുക്ക് ലജ്ജ കൂടാതെ നമുക്ക് വേണ്ടി കുരിശിൽ യാഗമായി തീർന്നവൻ, അവൻ്റെ ആ മുറിവിൽ സ്നേഹത്തിൻ്റെ ആഴമുണ്ട്. അവനെ പ്രണയിച്ച് ആ കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ കാവൽ മാലാഖയുണ്ട്, വിശുദ്ധരുടെ സാന്നിധ്യമുണ്ട്. ആ കുമ്പസാരക്കൂട്ടിൽ ഈശോയെ പ്രണയിക്കാനും സ്നേഹിക്കാനും ലജ്ജ കൂടാതെ പാപങ്ങൾ ഏറ്റുപറയാൻ സാധിക്കുന്നില്ല എങ്കിൽ, മകനെ, മകളെ, ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പത്തിലും വീഞ്ഞിലും എഴുന്നള്ളി വരുന്ന ഈശോയെ പ്രണയിക്കുവാനോ സ്നേഹിക്കുവാനോ ആരാധിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ നമുക്ക് സാധ്യമല്ല. ആയതുകൊണ്ട് ചങ്കുപൊട്ടി പാപത്തെക്കുറിച്ചും പാവബോധത്തെക്കുറിച്ചുമുള്ള കൃപ കൊണ്ട് നിറയാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.